ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കൾ, ആദ്യമായി ലോക ജലദിനം അന്താരാഷ്ട്ര ജലസഹകരണ വർഷമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വാട്ടർ റിസോഴ്സസ് ഡേറ്റ ബാങ്കിങ് സമ്പ്രദായം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു എന്ന് പറയുന്ന നിർദ്ദേശത്തെ കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ സംരംഭത്തിൽ എല്ലാവിധമായ സഹായവും പിന്തുണയും സഹകരണവും ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. കാരണം കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലവിഭവ മാനേജ്മെന്റ് രംഗത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച വിഷയം. എനിക്കറിയാം, ഔദ്യോഗിക തലത്തിൽ ലോകബാങ്കിന്റെ ധനസഹായത്തോടുകൂടി ഹൈഡ്രോളജി പ്രോജക്റ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ മറ്റു ചില മേഖലകളിൽ വിവിധ വകുപ്പുകളുടെ ഒക്കെ മേൽനോട്ടത്തിൽ ഹൈഡ്രോളജി ഡേറ്റ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങൾ വേൾഡ് ബാങ്കിന്റെ ധനസഹായത്തോടുകൂടി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ പൂർത്തീകരിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. അത് മോഡലായി മാതൃകയായി ഭാരതപ്പുഴ ബേസിൽ എടുത്തുകൊണ്ടുള്ള പഠനമൊക്കെ നടത്തിയെങ്കിൽ പോലും ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റും മറ്റൊന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമാണ് രണ്ട് പ്രോജക്റ്റുകളായി ഹൈഡ്രോളജി പ്രോജക്ട് 1, ഹൈഡ്രോളജി പ്രോജക്ട് 2 എന്നീ ക്രമത്തിൽ നടപ്പാക്കുന്നതെങ്കിൽ പോലും ഫലപ്രദമായി ഇപ്പോഴും ഉപയോഗ്യമായ നിലയിലേക്കുള്ള ശാസ്ത്രീയമായ അപ്ഡേറ്റഡ് ഡേറ്റ ലഭ്യമല്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് CWRDM ഉൾപ്പെടെയുള്ള ഒട്ടനവധി ശാസ്ത്ര പഠന കേന്ദ്രങ്ങൾ, ജലസംബന്ധമായിട്ടുള്ള കേന്ദ്രങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുടെ അഭാവം മൂലം തന്നെ പല പ്രോജക്റ്റുകളുടെ കാര്യത്തിലും കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ വെള്ളത്തിന്റെ ലഭ്യതയുടെ കാര്യത്തിലും ഒഴുക്കിന്റെ കാര്യത്തിലും ഒക്കെ ഒരു കൃത്യതയോടുകൂടി പല കാര്യങ്ങളും വിലയിരുത്താൻ കഴിയാത്ത ഒരു സ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ട്. വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് അങ്ങനെ ഒരു സംരംഭം ഏറ്റെടുക്കാൻ അത് ഹൈഡ്രോളജി വകുപ്പിന്റെ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ, CWRDM അടക്കമുള്ള വിവിധ ഏജൻസികളുടെ സഹായത്തോടുകൂടി തന്നെ അത്തരത്തിലൊരു സെന്റർ നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയും. അതിന് ഫൈനാൻസ് ലഭ്യമാകുന്നത് ഉൾപ്പെടെ ടെക്നോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കാൻ കഴിയും. അതിന് പറ്റിയ ഒരു കേന്ദ്രമാക്കി സത്യത്തിൽ വലിയ വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും വലുതായിട്ട് വേണ്ട ആ നിലയിൽ രൂപപ്പെടുത്തിയെടുത്താൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്ററായി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ആത്മകമായി ഈ ആ കാര്യത്തെ സംബന്ധിച്ച് പരാമർശിക്കാറുണ്ട്. ഒരു സന്നദ്ധ സംഘടനയും ഒരു ട്രസ്റ്റും ഇത്തരത്തിലൊരു മുൻകൈ പ്രവർത്തനം എടുക്കാൻ സന്നദ്ധമായിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ തീം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കരീം സാർ എന്നോട് സംസാരിക്കുന്നതാണ്. ഞാൻ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം, ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക എന്നുള്ള ഉദ്ഘാടന ഘട്ടം ഔപചാരികതയുടെ ഭാഗമായി നിർവഹിക്കുക എന്നതാണ് ഇതിന്റെ ശക്തമായിട്ടുള്ള ചുമതല. ഇത് കേരളത്തിലും രാജ്യാന്തര രംഗത്തും വലിയ ചർച്ച നടക്കുന്നത് ലോക ജലദിനവുമായി ബന്ധപ്പെട്ട്. ഞാൻ തന്നെ 2-3 ചർച്ചകളിലൊക്കെ പങ്കെടുത്തു. സത്യത്തിൽ കേരളത്തിൽ അതിൻ്റെ ഗൗരവം, തീക്ഷ്ണത ഈ വർഷമാണ് രൂപപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഏതാണ്ട് 24%, അതിനുശേഷമുള്ള രണ്ടാമത്തെ കാലവർഷം ഏതാണ്ട് 32% കണ്ടു കുറഞ്ഞു എന്നാണ് കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങൾ നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള ശരാശരി ഒരു 30% മഴ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുള്ള ഒരു മഴവർഷമാണ് ഈ വർഷം. ആ മഴക്കുറവിന്റെ ഭാഗമായി വന്നു പതിച്ചിട്ടുള്ള ജലദൗർലഭ്യത്തിന്റെ തീക്ഷ്ണതയും ആഗോളതാപനം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന കനത്ത ചൂട്
അത് നമ്മുടെ പരിസ്ഥിതിയുടെയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആശങ്കയോടെ ജനങ്ങൾ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ചിന്ത വളർത്തിക്കൊണ്ട് വരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പലപ്പോഴുള്ള പ്രശ്നം വരൾച്ച കാലത്ത് വലിയ തോതിലുള്ള ചർച്ചകളും പത്രങ്ങളിൽ മുഖപ്രസിദ്ധവും ധാരാളം ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെടുമെങ്കിൽ പോലും മഴക്കാലമാകുമ്പോൾ ജൂൺ മാസമാകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വിസ്മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ജലദൗർലഭ്യത്തെ സംബന്ധിച്ച് ഗൗരവപൂർവമായിട്ടുള്ള ആലോചനയും നടപടിയും അനിവാര്യമായിട്ടുള്ള മഴക്കാലത്താണ്. കാരണം പെയ്തു വീഴുന്ന മഴവെള്ളം സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞാൽ തന്നെ കേരളത്തിന് ജലക്ഷാമത്തിന്റെ പ്രശ്നമേ ഇല്ല. എല്ലാവർക്കും പറയുന്നതാണ്, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്നും പോകുന്നില്ല, സ്ഥിതിവിവര കണക്കുകളിലേക്ക് ഒന്നും പോകുന്നില്ല. ദേശീയ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട മഴ ലഭിക്കുന്ന സംസ്ഥാനമായ കേരളം, 44 നദികളുടെ നാടായിട്ടുള്ള കേരളം, അതുപോലെ നിരവധി തണ്ണീർത്തടങ്ങളും നീരുറവകളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളാൽ സമ്പന്നമായ സംസ്ഥാനമായ കേരളം കനത്ത കൊടിയ വരൾച്ചയിൽപ്പെട്ട് ജലക്ഷാമം എന്ന പ്രതിസന്ധിയെ നേരിടുന്നു എന്ന് പറയുന്നത് വലിയ വൈരുദ്ധ്യമാണ്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ആ വൈരുദ്ധ്യത്തിന് കാരണം കണ്ടെത്തുമ്പോൾ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ജലവിഭവ മാനേജ്മെന്റിന്റെ അഭാവം നമുക്കുണ്ട് എന്നുള്ള വസ്തുത 100% നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എന്റെ അനുഭവത്തിൽ അതിന് കാരണം കേരളം ഒരു വാട്ടർ സർപ്ലസ് സ്റ്റേറ്റ് ആണെന്നുള്ള ധാരണ കേരള സമൂഹത്തിന്റെ മനസ്സിൽ രൂഢമൂലമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതിനൊരു പക്ഷേ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വാട്ടർ റിസോഴ്സസ് ഓഫ് കേരള എന്ന പേരിൽ അദ്ദേഹം തന്നെ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ ഒരു അതിജലവിഭവ സംസ്ഥാനമാണ് കേരളം എന്ന വിലയിരുത്തലാണ്, കാഴ്ചപ്പാടിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു പക്ഷേ ആ ഒരു അസസ്മെന്റിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കേരളം പിന്നീട് അയൽ സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിട്ടുള്ള മിക്കവാറും എല്ലാ അന്തർ സംസ്ഥാന നദീജല കരാറുകളും ഒക്കെ ഈ ബേസിക് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു പറമ്പിക്കുളം ആളിയാർ പ്രോജക്ട് എഗ്രിമെന്റ് ആയാലും ശിരുവാണി കരാറായാലും അതുപോലെ നെയ്യാർ ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ള ധാരണകൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാം കേരളം ഏർപ്പെട്ടിട്ടുള്ള അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളൊക്കെ അന്തർ സംസ്ഥാന നദീജല കരാറുകളൊക്കെ അതിവിഭവ അല്ലെങ്കിൽ ജലവിഭവത്തിന്റെ കാര്യത്തിൽ സർപ്ലസ് സ്റ്റേറ്റ് ആണ് കേരളം എന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇന്ന് കേരളം അനുഭവപ്പെടുന്ന രൂക്ഷമായിട്ടുള്ള ജലപ്രതിസന്ധി കാരണം പെയ്തു വീഴുന്ന വെള്ളം ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥിതി. കേരളത്തിന്റെ പൂർവ്വകാല പാരമ്പര്യ അനുഭവങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ മഴ പെയ്താൽ പെയ്തു വീഴുന്ന വെള്ളം വീടിന്റെ മുറ്റത്തും പറമ്പിലും തെങ്ങിന്റെ ചുവട് ഏറ്റവും വലിയ ജലസംരക്ഷണ മേഖലയായിരുന്നു കാർഷിക രംഗത്തെ തെങ്ങിൻ ചുവട്. കാരണം നല്ല വരൾച്ചാക്കാലമാകുമ്പോൾ ഈ സമയമാകുമ്പോൾ തെങ്ങിന്റെ മൂട് അല്ലെങ്കിൽ ചുവട് നല്ലതുപോലെ അകന്ന് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഒഴുകി എത്രയോ മാസങ്ങളാണ് തെങ്ങിന്റെ ചുവട്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ഭൂജല നിലവാരം വർദ്ധിക്കുകയും ഭൂമിയുടെ തന്നെ ഉഷ്ണാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് പച്ചപ്പിന്റെ സമ്പൽ സമൃദ്ധിയുടെ മണ്ണായിരുന്ന കേരളം മൺകയ്യാലകളാൽ സമൃദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ മതിലുകളും അതുപോലെ വേലിക്കെട്ടുകളും ചുറ്റുമതിലുകളും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പുരയിടങ്ങളെയും കാർഷിക ഇടങ്ങളെയും ഒക്കെ തന്നെ വേർതിരിക്കുന്നതിനുണ്ടായിരുന്ന മൺകയ്യാലകൾ ഉൾപ്പെടെ ജലസംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതിയോട് ഇറങ്ങിച്ചേർന്ന് സ്വാഭാവികമായ നിലയിലുള്ള നിരവധി സംരംഭങ്ങൾ നമ്മുടെ നാട്ടുപുറങ്ങളിലും ഒരു പരിധിവരെ നഗരപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ വികസന വിപ്ലവത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഗാർഹിക കിണറുകൾ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ജലപ്രതിസന്ധിയെ സംബന്ധിച്ച് ആഗോള ജലദിനമായിട്ടുള്ള ലോക ജലദിനമായിട്ടുള്ള ഈ ചർച്ച
എന്താണ് അതിന്റെ പരിഹാരം? ഇവിടെ ചർച്ച ചെയ്യുന്ന തീം തന്നെ വാട്ടർ കോർപ്പറേഷൻ ഫോർ എ വാട്ടർ സെക്യൂർ വേൾഡ്. ജലസുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ലോകക്രമത്തിലേക്ക് എങ്ങനെ നമുക്ക് പോകാൻ കഴിയും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട, കുറുക്കുവഴിയൊന്നുമില്ല. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന വ്യക്തമായ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്ന് തന്നെയാണ്. കാരണം കേരളത്തിൽ ലഭ്യമാകുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നു. ഇപ്പൊ മഴയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ശരാശരി മഴ വർഷത്തിൽ 30% കണ്ട് റെയിൻഫോളിന്റെ കാര്യത്തിൽ ഡിക്ലൈൻ ഉണ്ടായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നിയമസഭയിൽ മന്ത്രി തന്നെ മറുപടി പറയുന്നു. അപ്പൊ അങ്ങനെ ലഭ്യമായിട്ടുള്ള വെള്ളം സംരക്ഷിച്ചു നിർത്താനും വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി കഴിഞ്ഞാൽ കേരളം നേരിടുന്ന ജലപ്രതിസന്ധിയെ നിഷ്പ്രയാസം അതിജീവിച്ച് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ആ മൈൻഡ് സെറ്റിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് കേരളം മാറും. അങ്ങനെ മാറിയ സംസ്ഥാനമാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും രാജസ്ഥാൻ മരുഭൂമിയേക്കാൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമത്തിന്റെ കൊടിയ ദുരിതം അനുഭവിച്ച നാടാണ് തമിഴ്നാടെങ്കിൽ ഇന്ന് ആ തരത്തിലുള്ള പ്രതിസന്ധി തമിഴ്നാട്ടിലേക്ക് എന്താണ് പ്രധാനപ്പെട്ട കാരണമെന്ന് ചോദിച്ചാൽ അതിൽ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല തമിഴ്നാട് മുഖ്യമന്ത്രി ഉരൈച്ചി തലൈവി കുമാരി ജയലളിത. വാട്ടർ കൺസർവേഷൻ മാൻഡേറ്ററി പ്രൊവിഷനാക്കി മാറ്റുകയും നിർബന്ധിത വ്യവസ്ഥയാക്കി മാറ്റുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം, തമിഴ്നാട് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാണുന്ന മഴക്കുഴികൾ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ഗ്രൗണ്ട് വാട്ടർ റീചാർജിംഗ്, ഭൂജല പരിപോഷണം, മഴവെള്ള സംഭരണം, ഉപരിതല ജല സംരക്ഷണം, സർഫസ് വാട്ടർ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ ക്രിയാത്മകമായ കർമ്മപരിപാടികൾ. ഇത്ര സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിനോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിനോ ഇത്ര ഫെസിലിറ്റീസ് ഉണ്ടാകണമെന്നുള്ള നിർബന്ധിതമായിട്ടുള്ള വ്യവസ്ഥ നടപ്പാക്കുകയും ജലവിഭവ വിനിയോഗത്തിന്റെ കാര്യത്തിൽ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒരു മെച്ചപ്പെട്ട ജലവിഭവ നടത്തി ഉറപ്പുവരുത്താൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തോളം വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാത്ത സംസ്ഥാനമായിരുന്നിട്ടുകൂടിയും തമിഴ്നാട് ജലദൗർലഭ്യത്തെ, ജലപ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞു. എന്നാൽ കേരളം അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കേരളമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, മണിക്കൂറുകൾ വിശദീകരിച്ചാൽ മതിയാകില്ല. ബഹുമാന്യരായിട്ടുള്ള 3 വിദഗ്ധരായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള 3 വിവിധ തലങ്ങളിൽ ഈ പ്രശ്നത്തെ സ്പർശിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയുന്ന പ്രമുഖരായിട്ടുള്ള 3 വിദഗ്ധരും ഇതിനെ ആകെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട കരീം സാറും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിൽ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു അവബോധം, ജലസംരക്ഷണം പലപ്പോഴും ഇത് സംസാരിച്ചതിന്റെ ഏതാണ്ട് നല്ലതുപോലെ ഭൂഷിച്ചിട്ടുണ്ട്. ജലസാക്ഷരത, ജലസംരക്ഷണ അവബോധം, ഈ നിലയിലൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കർമ്മരംഗത്തേക്ക് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്ന വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനത്തിലൂടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ, ഭൂജല നിലവാരം സംരക്ഷിക്കാൻ, അതുപോലെ ജലത്തിന്റെ ഗുണനിലവാരത്തിന്റെ കാര്യം, കേരളം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ജലപ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ജലത്തിന്റെ മലിനീകരണം. നമുക്കറിയാം, മുമ്പ് ഏറ്റവും ശുദ്ധമായ വെള്ളം ഭൂജലമായിരുന്നു, ഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു. കിണറുകളിലെ വെള്ളം കോരിയാൽ തൊട്ടിയിൽ വെച്ച് തന്നെ കിണറ്റിന്റെ കരയിൽ വെച്ച് തൊട്ടിയിൽ നിന്ന് തന്നെ കോരി കുടിക്കുന്നത് എത്രയോ സ്വാദുള്ള കുടിവെള്ളമായിരുന്നു, സ്വീറ്റ് വാട്ടർ ആയിരുന്നു അന്ന് സ്ഥലത്ത് ലഭിച്ചിരുന്നത്. ഇന്ന് കിണറ്റിലെ ഗാർഹിക കിണറുകളിലെ കുടിവെള്ളം പോലും തിളപ്പിച്ചാറ്റിയല്ലാതെ കുടിക്കാൻ കഴിയാത്ത നിലയിൽ കണ്ടാമിനേറ്റഡാണ്, മലിനീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജനസംഖ്യാ പെരുപ്പം, വീടുകളുടെ വർധനവ്, മറ്റു നിരവധിയായിട്ടുള്ള സാമൂഹ്യ കാരണങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പേരിൽ
ഗാർഹിക ഘടനകളിൽ ലഭ്യമാകുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം പോലും മലിനീകരിക്കപ്പെടുമ്പോൾ പിന്നെ നദികളും പുഴകളും ജലാശയങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ സ്ഥിതി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനം എങ്ങനെ നടപ്പാക്കാമെന്നുള്ളതാണ് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനത്തിലൂടെ മാത്രമേ ജലപ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. സാക്ഷരതാ യജ്ഞം ജനകീയ യജ്ഞം നടപ്പാക്കി കേരളത്തിൽ വൻപിച്ച വിജയം കൈവരിക്കാൻ കഴിയുമെങ്കിൽ കുടുംബാസൂത്രണം ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വലിയ ബോധവൽക്കരണത്തിലൂടെയും ജനകീയ പങ്കാളിത്തത്തിലൂടെയും ഒക്കെ കേരളത്തിൽ നടപ്പാക്കി വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ സാർവത്രിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ജലപ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ വ്യക്തമായ കർമ്മപരിപാടികൾ നടപ്പാക്കാൻ കഴിയണം. അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാവുന്നില്ല. കേരളത്തിന്റെ ഒരു പൊതു മനസ്സനുസരിച്ചാണെങ്കിൽ കർക്കശമായിട്ടുള്ള വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടി അതിനോട് അനുബന്ധമായി ചേരുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ ഗുണപരമായിട്ടുള്ള മാറ്റം നമുക്ക് കൈവരിക്കാൻ കഴിയൂ. അതിനനുസരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഈ ലോക ജലദിനവും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങൾ ഉപയോഗിക്കണം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൂടി അവസാനിപ്പിക്കാം, സമയമില്ല എനിക്കറിയാം. അത് ഈ കുടിവെള്ളം ലഭ്യമായാൽ അതുകൂടി ഫസ്റ്റ് അല്ലെങ്കിൽ ഈ സെമിനാർ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ദേശീയ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട മഴ ലഭിക്കുകയും ശാസ്താംകോട്ട തടാകം ഉൾപ്പെടെയുള്ളവ നിറഞ്ഞു കവിഞ്ഞാലും കല്ലറയാറും പമ്പയാറും കരമനയാറും പെരിയാറും ഭാരതപ്പുഴയുള്ളവയൊക്കെ നിറഞ്ഞു കവിഞ്ഞാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സാമൂഹ്യ പ്രതിഭാസം കൂടി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടെങ്കിൽ പോലും പാവപ്പെട്ടവര് കുടിവെള്ളം നിഷേധിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ലഭിക്കുന്നതാണ്. ഞാനിത് പറഞ്ഞത് കുടിവെള്ളത്തിന്റെ ജലത്തിന്റെ ദൗർലഭ്യം ഒന്ന്, രണ്ട് ജലത്തിന്റെ ഗുണനിലവാരമില്ലായ്മ രണ്ടാമത്തെ പ്രശ്നം. ഇത് രണ്ടും ഇനി ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഗവൺമെന്റിന്റെ ഒക്കെ പരിശ്രമത്തോടുകൂടി ഒരു പരിധിവരെ പരിഹരിച്ചാൽ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയ നയവും നിലപാടും അനുസരിച്ചാണെങ്കിൽ എന്നാൽ പോലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന പാവപ്പെട്ട സമൂഹത്തിന് കുടിവെള്ളം നിഷേധിക്കുന്ന നിരാകരിക്കുന്ന നയമാണ് നിലപാടാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനിത് പറയുന്നത് സത്യത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ സ്വയം വിമർശനത്തോടുകൂടി തന്നെ പറയും. 2012 ഡിസംബർ 31 കേരള സർക്കാർ ജലവിഭവ വകുപ്പ് സെക്രട്ടറി ഒപ്പുവെച്ച് പുറത്തിറക്കിയ ഉത്തരവ് തീർച്ചയായും ഇവിടെയുള്ളവർ കണ്ടിട്ടുണ്ടാകുന്നതാണ് വിശ്വാസം. ഇവിടെ ഇരിക്കുന്നത് സമൂഹത്തിൽ കാര്യങ്ങളൊക്കെ ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്നവരാണ്. അതില്ലെങ്കിൽ അതൊന്ന് പരിശോധിക്കണം. ആ ഉത്തരവ് ഇത്രയേറെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ജനവിരുദ്ധ ഉത്തരവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 2012 വർഷം അവസാനിക്കുന്ന ഡിസംബർ മാസം 31-ാം തീയതി ജലവിഭവ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ VK കുര്യൻ ഒപ്പുവെച്ച് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവനുസരിച്ച് ജലം ഒരു വാണിജ്യ ഉൽപ്പന്നമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക. മാത്രവുമല്ല, ശുദ്ധജല വിതരണ രംഗത്ത് സിയാൽ മാതൃകയിലുള്ള സ്വകാര്യ കമ്പനികൾ 51% സ്വകാര്യ കമ്പനിക്ക് ഓഹരി മൂലധനവും 26% കേരള വാട്ടർ അതോറിറ്റിക്ക് ഓഹരി മൂലധനവും 23% കേരള വാട്ടർ അതോറിറ്റിക്ക് 26% സ്റ്റേറ്റ് ഗവൺമെന്റ് 49 അധികം 31 സിയാൽ മാതൃകയിലുള്ള കുടിവെള്ള കമ്പനികൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ജാറിൽ വെള്ളം കൊടുക്കാനാണ്. ജലവിഭവ മന്ത്രി പറഞ്ഞത് ജാറിൽ വെള്ളം കൊടുക്കാൻ. 4 പേരുള്ള ഉത്തരവിൽ ഒരു സ്ഥലത്ത് പരോക്ഷമായി പോലും ജാറിൽ വെള്ളം കൊടുക്കുന്നതിനോ കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നതിനോ എന്നൊരു പരാമർശം പോലുകയാണ്. വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന കൊമേഴ്സ്യൽ കമ്മോഡിറ്റി പ്രൈസ് ഓഫ് വാട്ടർ. ഇവിടെ ഡോക്ടർ ഫെയ്സി അന്താരാഷ്ട്ര തലത്തിൽ ജല പ്രശ്നങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുന്നയാളാണ്. ഞാൻ ലോകത്ത് എവിടെയെങ്കിലും വെള്ളത്തിന് വില നിശ്ചയിച്ചിട്ടുണ്ടോ? ഈ സർക്കാർ ഉത്തരവിൽ 4 സ്ഥലങ്ങളിൽ പ്രൈസ് ഓഫ് വാട്ടർ. എന്നാൽ 51% ഓഹരി മൂലധനമുള്ള സിയാൽ മാതൃകയിലുള്ള കുടിവെള്ള കമ്പനി കൊടുക്കുന്ന വിലയ്ക്ക് കേരള വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കണം എന്നാണ് ഒരു വ്യവസ്ഥ.
രണ്ടാമത്തെ വ്യവസ്ഥ വേണമെങ്കിൽ ഒരു ഔദാര്യം കേരള വാട്ടർ അതോറിറ്റിക്കും സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി സിയാൽ മാതൃകയിൽ കുടിവെള്ള കമ്പനി രൂപീകരിക്കാം. രണ്ടാമത്തെ ഔദാര്യം സ്വകാര്യ വേണമെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് സ്വകാര്യ പങ്കാളിത്തം കൂടാതെയും ഈ പ്രക്രിയയിൽ ഏർപ്പെടാം. ഒറ്റ കണ്ടീഷൻ, സിയാൽ കമ്പനി കൊടുക്കുന്ന മാതൃകയിൽ നിലനിലവാരത്തിൽ വെള്ളം കൊടുക്കാൻ കഴിയും. ഞാൻ ചോദിച്ചത് ആരധികാരം കൊടുത്തു? 1986 കേരള വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജസ് ആക്ട് നിയമസഭ പാസാക്കിയിട്ടുള്ള ആക്ടാണ്. ആ ആക്ട് അനുസരിച്ച് കേരളത്തിലെ ഡ്രിങ്കിംഗ് വാട്ടർ സെക്ടറിന്റെ നോഡൽ ഏജൻസി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. കുടിവെള്ള വിതരണ മേഖലയിൽ ജലവിതരണം നടത്താൻ നിയമസഭ അധികാരപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയ കേരള വാട്ടർ അതോറിറ്റി നിലനിൽക്കുമ്പോഴാണ് ആ കേരള വാട്ടർ അതോറിറ്റിക്ക് ഔദാര്യം കൊടുത്തുകൊണ്ട് ശുദ്ധജലവിതരണ രംഗത്ത് സിയാൽ മാതൃകയിലുള്ള സ്വകാര്യ കമ്പനിയുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവിലുള്ള നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നിയമസഭയോടുള്ള അവഹേളനമാണ്. നിർഭാഗ്യവശാൽ എന്റെ പേരിൽ നിയമസഭ ഒരു ദിവസം പോലും തടസ്സപ്പെട്ടില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സ്വയം ദർശനം PC ജോർജിന്റെയും BJPയുടെയും പേരിലല്ല നിയമസഭ തടസ്സപ്പെടേണ്ടത്. ഈ പ്രശ്നത്തിന്റെ പേരിൽ നിയമസഭ തടസ്സപ്പെട്ടാൽ നിയമസഭ നടന്നില്ലെങ്കിലും പറ്റില്ല. അതാണ് സത്യത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ കാരണം മുഖ്യമന്ത്രിയുടെ മറുപടി, മുഖ്യമന്ത്രി ഈ കാര്യത്തെ സംബന്ധിച്ച് വസ്തുതാപരമായ ഉത്തരവ് പരിശോധിച്ചിട്ടാണോ ഞാൻ ചോദിച്ചു. അല്ല, ജാല വെള്ളം കൊടുക്കാനുള്ള ബാംഗ്ലൂർ മാതൃക. ബാംഗ്ലൂർ പട്ടണത്തിൽ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ച് വാട്ടർ കിയോസ്കുകൾ വഴി ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ച വെള്ളം ബോട്ടിലിൽ കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഇതിനകത്ത് ആ ഉത്തരവ് പരിശോധിച്ചത് കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, കൺസ്ട്രക്ഷൻ, ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സപ്ലൈ ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ. വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികൾ നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ സ്കീമുകൾ ആരംഭിക്കാനുള്ള അവകാശം അധികാരം ഉള്ളവർക്ക്. ഇനി ഇതൊക്കെ പോകട്ടെ, ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മുഖവിലേക്ക് ജാറിൽ മാത്രമായിരിക്കാം തുടക്കത്തിൽ. ഈ ജാറിൽ വെള്ളമെടുക്കുന്നതിന്റെ സ്രോതസ് എന്താണെന്ന സോഴ്സ് ഓഫ് വാട്ടർ ഈ കേരളത്തിന്റെ പൊതുസ്രോതസ്സുകളാണ്, ഈ പൊതുജല സ്രോതസ്സുകളാണ്. ഈ വരൾച്ച കാലത്ത് ഇപ്പൊ മാർച്ച് 22 ഈ ലോക ജലദിനത്തിൽ ശാസ്താംകോട്ട തടാകത്തിൽ ഫൈസിക്കറിയ അതിന്റെ 4-1 റിസർവോയർ കപ്പാസിറ്റി പോയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഉത്തരവ് നടപ്പാക്കി സിയാൽ മാതൃകയിൽ റിലയൻസ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസ് കയറിയായിട്ട് നടക്കുന്നു റിലയൻസിന്റെ ഏജന്റുമാർ. കാരണം എവിടെയാണ് ബെറ്റർ സോഴ്സ് ഉള്ളത്, എവിടെയൊക്കെയാണ് ആരംഭിക്കാൻ കഴിയുന്നത് എന്ന നിലയിൽ വൻകിട കമ്പനിയുടെ ലൈസോൺ ഏജന്റുമാരൊക്കെ കേരള വാട്ടർ അതോറിറ്റിയുടെ വിവിധ ഓഫീസുകളിലാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ വരൾച്ച കാലത്ത് ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദം കൊടുത്താൽ ജാറിലാണെന്നുള്ളത് മുഖവിലേക്ക് എടുത്താൽ തന്നെ ടാങ്കർ ലോറികളിൽ വെള്ളം ഊറ്റിയെടുക്കാനോ ഇപ്പൊ തന്നെ ചാലി തിരിക്കാനോ ഒറ്റ പട്ടണത്തിലേക്ക് വെള്ളം ഈ പമ്പും ഹോസും വാനും കൊണ്ടുപോയി ചാലി തിരി കൊണ്ടുപോയി വെള്ളം എടുക്കുന്ന അവസ്ഥയിൽ ഈ സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള അനുമതി കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാകും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ ഗുരുതരമായ പ്രതിലോമകരമായിട്ടുള്ള ഒരു ഉത്തരവ്. ഈ ഉത്തരവ് എങ്ങനെ ഇറക്കി എന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ ഇത് നിയമപരമായി നിലനിൽക്കത്തക്കതല്ല. 2008 കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കരീം സാർ ഉൾപ്പെടെയുള്ളവരുമായിട്ടൊക്കെ അന്ന് പല രൂപത്തിൽ ഞങ്ങളൊക്കെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തതാണ്. അന്നൊരു ഫേസിയുണ്ടായിരുന്ന പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അന്നൊരു ജനനയം രൂപീകരിക്കുന്നതിന് എത്ര മാസങ്ങൾ ചർച്ച ചെയ്തതിന്റെ ഭാഗമായി 2008 കേരളം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ജലം പൊതു സാമൂഹ്യ സ്വത്താണെന്നും വിപണിവൽക്കരണത്തിന് വേണ്ടി പരോക്ഷമായി പോലും അനുഭവപ്പെടുത്തുന്നത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക സ്റ്റേറ്റ് വാട്ടർ പോളിസി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടോ ആ പോളിസി UDF ഗവൺമെന്റ് വന്നപ്പോൾ മാറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ആ നയം മാറ്റണം. അപ്പൊ ആ നയം നിലനിൽക്കുമ്പോൾ ആ നയത്തിന് വിരുദ്ധമായി നിയമസഭ പാസാക്കിയ നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി എല്ലാ തരത്തിലുള്ള ജനാധിപത്യ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ കേരളത്തിന്റെ പൊതു സാമൂഹ്യ സ്വത്തായിട്ടുള്ള ജലം എന്ന് പറയുന്ന ജീവൻ പ്രധാനമായിട്ടുള്ള പ്രകൃതി വിഭവത്തെ സ്വകാര്യ ഉത്തരങ്ങൾക്ക് നിലനിർത്തി കൊടുക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ
ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഭീകരമായ ഒരു ഉത്തരവാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഉത്തരവ് ഇപ്പോഴും നൽകുന്നു. മുഖ്യമന്ത്രിയും ജനമന്ത്രിയും ഒക്കെ പറയുന്നതിൽ ആത്മാർത്ഥതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ, കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉത്തരവ് പിൻവലിക്കണം. 31/12/2012 കേരള സർക്കാർ ഇറക്കിയിട്ടുള്ള, സർക്കാർ മുദ്ര വെച്ച് പുറത്തിറക്കിയിട്ടുള്ള ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയിട്ടുള്ള ഈ ഉത്തരവ് പിൻവലിക്കണം. പറഞ്ഞതിൽ ആത്മാർത്ഥതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി ദുർബലപ്പെടും, കേരള വാട്ടർ അതോറിറ്റി അപ്രസക്തമാകുന്നതിന് അപ്പുറത്തേക്ക് കേരളത്തിന്റെ അത്യപൂർവവും കേരളത്തിന്റെ എന്നല്ല ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജലവിഭവം എന്ന പ്രകൃതി വിഭവത്തെ വാണിജ്യവൽക്കരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ പാവപ്പെട്ട സമൂഹത്തിന്, സാമ്പത്തിക ശേഷിയില്ലാത്തവന്, ധനിക വിഭാഗമല്ലാത്തവന്, വാങ്ങൽ ശേഷിയില്ലാത്തവന് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ ഈ ഉത്തരവിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. അതടക്കം കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളായി അക്കാദമിക് തലങ്ങളിലുള്ള ചർച്ചകളോടൊപ്പം കർമ്മരംഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഇത്തരം സംവാദങ്ങളുടെ, ചർച്ചകളുടെ ഭാഗമായി രൂപപ്പെടുകയും അതിനെതിരായിട്ടുള്ള സമൂഹത്തിന്റെ മനസ്സ് പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും കൂടി വേണം എന്ന് സാമ്പത്തികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ 2013 മാർച്ച് 22 ലോക ജലദിനം അന്താരാഷ്ട്ര ജലസഹകരണ വർഷമായി ആചരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പ്രാധാന്യമുള്ള പ്രസക്തമായിട്ടുള്ള ഒരു വർഷം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ സജീവ ചർച്ചയ്ക്കും വലിയ സംവാദത്തിനും അതുവഴി വ്യക്തമായ കർമ്മപരിപാടികൾക്ക് രൂപം നൽകാൻ ഉപകരിക്കുന്ന സംരംഭങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ രൂപപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായിട്ടുള്ള സന്തോഷം പ്രത്യേകം പ്രകടിപ്പിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ശ്രീ എ സുഹൈർ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മക്ക മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ്, അതിനേക്കാൾ ഉപരിയായി ബഹുമാനപ്പെട്ട എന്നെ കരീം സാർ. ഞാൻ നേരത്തെ ഫേസിയോട് പറയുകയായിരുന്നു, കേരളത്തിൽ നമ്മൾ എത്രയോ ബുദ്ധിജീവികളെയും വിദഗ്ധരെയും പണ്ഡിതരെയും ഒക്കെ കണ്ടിരിക്കുന്നു. പലപ്പോഴും അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി പ്രശ്നങ്ങളോടുള്ള അർപ്പണബോധത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രതിബദ്ധതയോടുകൂടി പ്രശ്നങ്ങളെ വളരെ നിഷ്പക്ഷമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത താല്പര്യത്തിന്റെ പക്ഷം പിടിച്ചല്ല, പൊതു താല്പര്യ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ പ്രതിബദ്ധതയോടുകൂടി സമീപിക്കുന്ന കേരളം കണ്ടിട്ടുള്ള അത്യപൂർവമായ ഒരു ബുദ്ധിജീവി എന്ന പ്രവർത്തനവും ഞാൻ കാപട്യത്തിന്റെ ലെവലേജ് ഉപയോഗിക്കാതെ വളരെ ആത്മാർത്ഥതയുടെ സംശുദ്ധമായ മനസ്സോടെ ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളെയും രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും നോക്കിക്കാണുകയും തന്റെ കഴിവുകൾ പരമാവധി ബഹുജനങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഉള്ളവകളിലെ അന്തർനാടകങ്ങളെ സംബന്ധിച്ചും അന്തർതാല്പര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ ജനമനസ്സുകളിൽ എത്തിക്കുകയും ചെയ്യുന്നതിന് ഞാനടക്കമുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ RYF-ലൊക്കെ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും അവരിവർ സാമ്പത്തിക പരിഷ്കാരത്തെ കുറിച്ച് 20 വർഷം അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടുള്ള ക്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അച്ചു നിരത്തി പ്രാവർത്തികമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടിവെള്ള രംഗത്ത് സ്വകാര്യവൽക്കരണത്തിന്റെ കാര്യമൊക്കെ സാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ ദേശീയ ജലനയം, നാഷണൽ വാട്ടർ പോളിസി, ആ നാഷണൽ വാട്ടർ പോളിസിയുടെ ഡ്രാഫ്റ്റ് ഫേസിയൊക്കെ ചർച്ച ചെയ്താണ്. ഡ്രാഫ്റ്റ് നാഷണൽ വാട്ടർ പോളിസി വന്നു. അതിൽ ഇറ്റ് ഈസ് എൻ എക്കണോമിക് ഗുഡ് എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. കൊമേഴ്സ്യൽ കമ്മോഡിറ്റി ആണെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് എക്കണോമിക് ഗുഡും പ്രൈസും കൊമേഴ്സ്യൽ കമ്മോഡിറ്റിയും ഒക്കെ വന്നു. പക്ഷേ വലിയ ഡിബേറ്റുകളായപ്പോൾ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയർമാനായിട്ടുള്ള നാഷണൽ വാട്ടർ റിസോഴ്സസ് കൗൺസിൽ കൂടി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫൈനൽ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇക്കണോമിക് ഗുഡ് കമ്മോഡിറ്റി എന്ന പദപ്രയോഗങ്ങളൊക്കെ മാറ്റി, പ്രത്യക്ഷമായ വാണിജ്യവൽക്കരണം അവർ മാറ്റി. അങ്ങനെയെങ്കിലും ചെയ്യാൻ അവർ തയ്യാറായപ്പോഴാണ് കേരളത്തിൽ സർക്കാർ തലത്തിലുള്ള വാണിജ്യവൽക്കരണത്തിന്റെ ശക്തമായ ഭാഷ പുറത്തുവരുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വെളിച്ചം വീശുന്നതിന് സമൂഹ മധ്യത്തിൽ പൊതു താല്പര്യത്തോടുകൂടി നിറസാന്നിധ്യമായി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ബഹുമാനപ്പെട്ട എന്നെ കരീം സാർ നേതൃത്വം കൊടുക്കുന്ന ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും
ഇവിടെ പറഞ്ഞതുപോലെ വാട്ടർ ഡേറ്റ സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞാൻ അടക്കമുള്ള പ്രവർത്തകരുടെയൊക്കെ സമ്പൂർണ്ണമായ പങ്കാളിത്തം പിന്തുണ ഉണ്ടാകും ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്ന് ഔപചാരികത എന്ന നിലയിൽ ഈ ചർച്ചയുടെ സംവാദത്തിന്റെ